ആൾ കേരള ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് യൂണിയന്റെ 6ാം സംസ്ഥാന സമ്മേളനം കൊല്ലം ടൗൺ ഹാളിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു എക്സിബിഷൻ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കൊല്ലം മേയറാണ്. നമ്മുടെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയായ നമ്മുടെ ശ്രീമതി പ്രസന്ന ആദരവ് സംസാരിച്ചു. ഇത്രയും സ്നേഹം നിറഞ്ഞ യൂണിയന്റെ ആക്ടിംഗ് സെക്രട്ടറി ശ്രീ മുരളീധരൻ, ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രസിഡന്റ് ശ്രീ KS ഇന്ദുശേഖരൻ നായർ, ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ സഹപ്രവർത്തകരും കോർപ്പറേഷന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ സജീവ് സോമൻ, ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എക്സ്പോയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരികൾ, ലൈസൻസുകൾ, മാനുഫാക്ചേഴ്സ് തുടങ്ങിയ എല്ലാം സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, ഒരു പ്രസംഗമൊന്നും ഞാൻ കരുതിയല്ല വന്നത്. എന്നോട് പറഞ്ഞത് സെമിനാറിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ട്, അവിടെ വന്ന് റിബൺ കട്ട് ചെയ്യണമെന്നാണ് സജീവനോട് പറഞ്ഞത്. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് പ്രസംഗത്തിൻ്റെ ഒരു അവസരത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ രംഗത്ത് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം സെമിനാറൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ അഷ്ടമുടിയും അറബിക്കടലും എല്ലാം വാരിപ്പുണരുന്ന അതിപുരാതന ചരിത്ര നഗരമായിട്ടുള്ള കൊല്ലം നഗരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയം നിറഞ്ഞ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരന്മാർക്കും ഞാൻ മേയർ എന്ന നിലയിൽ തന്നെ ആദ്യമായി ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. ലീഗൽ മെട്രോളജിയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പം നമുക്ക് അളവിനും തൂക്കത്തിനും മറ്റും ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത് നാം ഓരോരുത്തരും. അപ്പോൾ അങ്ങനെയുള്ള അളവിനും തൂക്കത്തിനുമുള്ള ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് നിയമപരമായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് ലീഗൽ മെട്രോളജി. സംസ്ഥാനത്ത് അങ്ങനെ സ്കോഡ് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം അളവും തൂക്കവുമാണ്. അളവും തൂക്കവുമാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനം. കാരണം എന്താ, നമ്മുടെ ഏതൊരു സാധനം വാങ്ങിച്ചാലും നമ്മൾ ആദ്യം ചെന്ന് വയ്ക്കുന്നത് അതിൻ്റെ വിലയാണ്. ഇപ്പം എല്ലാം പുതിയ സംവിധാനം. പണ്ട് നമുക്ക് സാധനങ്ങൾ തൂക്കി കടലാസിൽ പൊതിഞ്ഞ് ചണം വെച്ച് കെട്ടിക്കയറ്റരും, കിലോയ്ക്ക് ഇത്ര രൂപ പറഞ്ഞു പോകും. ഇപ്പം നമുക്ക് ആളുകൾ കണ്ട ചെറിയ പാക്കറ്റ് എടുക്കുന്നത്, പാക്കറ്റിൻ്റെ പുറത്ത് എത്ര കിലോ വില. അപ്പം അവിടെയാണ് വിഷയം. അപ്പം അളവിലും തൂക്കത്തിലും വിലയിലുമെല്ലാം ഒരിക്കലും ഒരു ഗുണഭോക്താവ് വഞ്ചിക്കപ്പെടാൻ പാടില്ല. അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പം ലീഗൽ മെട്രോളജിയുടെ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെൻറ് അത് നല്ല വിപുലമായി ഏർപ്പെട്ട് ജില്ലകൾ തോറും തന്നെ കൺട്രോൾ റൂമും പരാതി കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെയാണ് നിങ്ങളുടെ പ്രസക്തി. അളവിലും തൂക്കത്തിലും ആര് വേണം? ക്ലാസ് വേണം അല്ലേ? എവിടെ ചുമ്മാ നാക്കും നാഗരിക ഹാരപ്പൻ നാഗരിക എടുത്ത് പരിശോധിച്ചാൽ സിന്ധു നദി നമസ്കാരം മുതൽ തന്നെ അളവും തൂക്കമുണ്ട്. നമ്മുടെ പഴമക്കാർ പറയും ആറ്റിൽ കളന്നാലും അല്ലേ അളന്ന് കളയണം. അപ്പൊ പണ്ട് പുരാതന കാലം മുതലെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ആ അളവിലും തൂക്കത്തിലുമുള്ള ചൂഷണം. ഇപ്പൊ പാക്കറ്റ് ഓൺലൈൻ സംവിധാനം കടകളിൽ പോലും പോകണ്ട അല്ലേ? പക്ഷെ അവിടെ നിങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എന്താണ്, ഇത് അളവില്ലാതെ ഒന്നും പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ വന്നാലും നിങ്ങളുടെ പ്രശ്നത്തിന് മാറ്റം വരുത്തില്ല. പക്ഷെ ഇപ്പോൾ ഇലക്ട്രിക് ത്രാസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ മാനുഫാക്ചേഴ്സാണ്. അപ്പം ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതെല്ലാം ഭാവിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പം പിന്നെ ഈ പാക്കറ്റിലുള്ള വില അത് ഇപ്പം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. അതാണ് ലീഗൽ മെട്രോളജിയുടെ ഉത്തരവാദിത്വ സംരക്ഷണം. ഇപ്പം നമുക്കറിയാം ഇതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ക്യാൻസറിന് നമ്മുടെ ഡോസ് കീമോയുടെ ഡോസ് ഉണ്ട്, അതിനും അളവുണ്ട്. ചുമ്മാതെ കയറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ ജീവന്റെ കാര്യത്തിൽ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, മറ്റു ചൂഷണങ്ങൾക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗൽ മെട്രോളജി പ്രവർത്തിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 56 ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ അളവുകളും തൂക്കങ്ങളെ സംബന്ധിച്ചുള്ള ഒരു
ആദ്യത്തെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. 85 ഒക്ടോബർ 1 ലീഗൽ മെട്രോളജി അപ്പോഴാണ് ക്ലാസ്സും അളവും എല്ലാം കൃത്യതയോട് വരാൻ സാധിക്കുന്നത്. പണ്ട് നമുക്കറിയാം, പണ്ടുള്ളവർക്കറിയാം ഈ നാടിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇതൊക്കെ. ഇപ്പൊ അതൊന്നും വേണ്ട. അപ്പൊ അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ പണിയെടുക്കുന്ന ആ തൊഴിലാളികളുണ്ട്, വ്യാപാരികളുണ്ട്, മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു, അപ്പൊ ഈ കേരളത്തെ സംബന്ധിച്ച് ഈ മേഖലയെല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുമ്പോൾ അതിനെല്ലാം ബദലായിക്കൊണ്ട് തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട്, തൊഴിൽ നിയമങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലുണ്ട്. പക്ഷെ ഒരുപാട് തൊഴിലാളി പ്രശ്നങ്ങളും നിയമങ്ങളും കടുത്ത തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവിടെയാണ് ഈ സംഘടനകൾക്ക് പ്രസക്തിയുള്ളത്, യൂണിയനുകൾക്ക് പ്രസക്തിയുള്ളത്. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് നാം ബാധ്യതരായതുപോലെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ സഹപ്രവർത്തകൻ സജീവ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പോ തന്നെ സംഘടിപ്പിക്കാൻ അതിന് മുന്നോട്ട് വന്നിട്ടുള്ള ആ എക്സ്പോ കേരള ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് എംപ്ലോയീസ് യൂണിയന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് അവയർനെസ് ജനങ്ങളിൽ എത്തിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ തന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ലീഗൽ മെട്രോളജിയെ കുറിച്ചൊരു ആവശ്യകത മനസ്സിലാക്കുന്നത്. അതിൻ്റെ അളവിനെ സംബന്ധിച്ചും വിലയെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചൂഷണങ്ങളിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിന് ആ കാര്യത്തിൽ ഇപ്പം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്, ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ ലീഗൽ മെട്രോളജി വരുമ്പോൾ കുറ്റം പറയാൻ പാടില്ല, അത് നമ്മുടെ അവകാശമാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ക്ഷേമനിധിയോ കാര്യങ്ങളോ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ബാക്കി എല്ലാത്തിനും ഇപ്പൊ ക്ഷേമനിധിയുണ്ട്. ഇപ്പൊ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ക്ഷേമനിധിയും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുവാൻ നിങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തക നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവരുടെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സ്പോയ്ക്കും സെമിനാറിനും എല്ലാം പങ്കെടുക്കാൻ വന്നാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിവിധ മേഖലയിൽ നിന്നുള്ള ഇതിൻ്റെ വ്യാപാരികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസുകളുണ്ട്, മാനുഫാക്ചേഴ്സ് ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ വലിയ സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ ഭാരവാഹികൾ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്പോ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.